ചൂടൻ കിട്ടിയിട്ടുണ്ട്. ചൂടൻ പിന്നെ ചിലടത്ത് ഇതിന് നത്തോലി എന്നൊക്കെ പറയും. നെത്തോലി ചെറിയ മീനൊന്നും അല്ല. അപ്പൊ അതുപോലെ നമ്മൾ പീച്ചിങ്ങ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊള്ളിക്കുകയും ചെയ്യാം. പീച്ചിങ്ങ പൊള്ളിച്ചതല്ലേ? നല്ല നീളമുള്ള പീച്ചിങ്ങ തന്നെ കിട്ടിയല്ലേ? അപ്പൊ ഇനി മീൻ വെട്ടണ്ടേ? മീൻ വെട്ടണം, പീച്ചിങ്ങ പൊള്ളിക്കണം, എല്ലാം പണിയും കിടക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഇതിലൊന്ന് വെട്ടിക്കൊണ്ട് വരാം. കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മുടെ ശരണ്യത പുറത്ത് നിന്ന് മീനൊക്കെ വെട്ടാൻ തുടങ്ങി. ഇന്ന് എന്ത് പറ്റി പുറത്തുനിന്നാക്കിയത്? ഇന്ന് നമ്മള് ചുമ എപ്പോഴും അകത്തല്ലേ, ഇന്ന് പുറത്തിറങ്ങാന്ന് ഓർത്ത്. മഴയിലല്ലേ? അപ്പൊ വെച്ച് വെട്ടം വിളിച്ചു നോക്കാം. മഴയായോണ്ടാണോ പുറത്ത് വന്നത്? അപ്പൊ അത് കണ്ടാണ് കൂട്ടുകാരെ, ഇത് കണ്ടതെ പുറത്ത് നിന്ന് മീൻ വെട്ടിയാണ്. ഒന്ന് വെട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചേ നമ്മുടെ കൂട്ടുകാരെ. കണ്ട, അങ്ങനെ വെട്ടിയിടുന്നതേ ഉള്ളു അല്ലേ? അങ്ങനെ നമ്മുടെ അമ്മയാണെങ്കിൽ ഇതേ കണ്ട അതെ തേങ്ങ ചിരണ്ടണല്ലേ? ഹായ് മക്കളെ. അതെ, അപ്പൊ ഇന്ന് അങ്ങനെ നമ്മളുടെ വീട്ടിലത്തെ പരിപാടിയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ അച്ഛനാണെങ്കിൽ കണ്ടതെ പാക്കിംഗ് തിരക്കിലാണ്. ഞാനും അച്ഛനും കൂടി കണ്ട പാക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ശരണ്യ, എന്തായി നമ്മുടെ മീനൊക്കെ വെട്ടി തീർന്നു? കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട കൂട്ടുകാരെ, മീനൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളത്തിൽ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇനി അങ്ങനെയാണല്ലേ? അപ്പൊ എന്നിട്ടൊക്കെ നമുക്ക് കൂട്ടുകാരെ കാണിക്കാം. അങ്ങനെയുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് കഴുകിയിട്ടൊക്കെ കാണിക്കാം അല്ലേ? നമ്മുടെ അമ്മയാണെങ്കിൽ ഇതേ കണ്ട അരിയടപ്പ ഇടുന്നു. അത് നമ്മൾ വിറകടപ്പയിലാണ് ചെയ്യാറുള്ളത്. അരി തിളച്ച് കഴുകി തീർന്നില്ല എന്റെ ശരണ്യ. നമ്മുടെ അച്ഛൻ വന്ന് പാക്കിംഗ് ഒക്കെ നേരം വലിയ മീനൊന്നും ഞാനാണ് അച്ഛാ. നല്ല കാര്യം. എങ്ങനെയുണ്ട്? എല്ലാ ദിവസവും പറയേ വലിയ മീന് വേണം, കേരയൊക്കെ വേണം, കേരയൊക്കെ വേണമെന്നൊക്കെ പറയും. നല്ല അത് തന്നെയല്ല, വേറെ കാര്യം കൊണ്ട് ശുചി മേടിച്ചിട്ട് നല്ല കാര്യമാണ്. കാര്യം എന്താ അറിയാം? ഇത് കാൽസ്യം ഉള്ള മീൻ ഇതാ. അല്ല ഇതിപ്പോ ഞങ്ങളുടെ കഴിക്കുന്ന ഒരു കുഴപ്പമൊന്നും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി പാക്കിങ്ങിലായിരുന്നു ശരണ്യ. ഞങ്ങൾ പലഹാരം പിന്നെന്താ അതെ അടിപൊളിയായിട്ട് ശരണ്യതെ വെട്ടിയിട്ടിട്ട് ഇതിനെ നല്ലപോലെ ഞങ്ങൾ വെട്ടി കാണിച്ചു തരാം. നല്ലപോലെ വെട്ടി കാണിച്ചു തരാം. അല്ല ഇനി ഇപ്പൊ ഇതിന്റെ പുറത്ത് ഈ ചൂടത്തിന്റെ പുറത്ത് ചൂടം വേണ്ടല്ലോ. അതെ അല്ലേ? അതെ. ശരണ്യ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അന്നേരം ഞാൻ വരാൻ പറ്റില്ല. ഞാനവിടെ പാക്കിങ് ചെയ്തുകൊണ്ടാണ്. ശരണ്യ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് വെട്ടി തേച്ച് കഴുകി കറിയും വെച്ച് തരും. അതിന്റെ വാ പൊടിയാണ് ഞങ്ങൾ. അച്ഛന്റെ പീച്ചിങ് ആയിട്ട് കയ്യിലെടുത്തിട്ടുണ്ട് ശരണ്യ. ഇതെന്തിനാ ഈ കറി പോരെ? പൊള്ളിക്കാണ്. ഇത് സാർ ഇങ്ങനെ തന്നെ പൊള്ളിക്കാൻ പറ്റിയത്. ചേട്ടനെ ചെയ്യുവേ ചെയ്യത്തില്ല. എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും ഇരിക്കണം. അപ്പൊ എവിടെ വെച്ചാ ചേട്ടനെ ചെയ്തോളല്ലോ ഇത്? അല്ല ശരണ്യാണ് കുക്കെന്നാണ് എല്ലാരും പറയണത്. എന്നിട്ടിപ്പൊ പറയാം അച്ഛൻ കുക്കല്ലെന്ന്. അച്ഛൻ വന്ന് ഇങ്ങനെ സഹായിച്ചു കൊടുക്കാറുണ്ട്. അത് ശരിയാണ് എല്ലാരും പറയണത്. അച്ഛൻ സഹായിച്ചു. അപ്പൊ അങ്ങനെ ശരണ്യ ഇത് ഇവിടം വരെയൊക്കെ കഴുകി തീർന്നല്ലേ? ഇനിയും കഴുകണം. ആണെന്നേ എപ്പൊ തുടങ്ങിയതാണ് ഈ കഴുകി? വെള്ളം ഇപ്പൊ തീരുമ്പോ ടാങ്കി തീർന്നല്ലേ? ഇപ്പൊ ഒരു പണി ചെയ്യട്ടെ ശരണ്യ. ഞാനൊന്ന് ഇച്ചിരി റെസ്റ്റ് എങ്ങനെ എടുക്കാം. രാവിലെ തൊട്ട് അവിടെ പാക്കിങ് നടത്തിക്കൊണ്ടിരിക്കലായി. ഒരു 5 മിനിറ്റ് മാറട്ടെ. അപ്പൊ നോക്കിയപ്പോ ഇവിടെ
നിങ്ങളെ ഞാൻ കണ്ടില്ല, ശനിയൊന്നും കണ്ടില്ല, അതാണ് ഇതിന്റെ ഓടി അടുക്കളയായിട്ട് വന്നത്. അപ്പൊ ഈ ഉടനെ ബീച്ചിങ്ങ ഞാൻ ചോദിച്ചത് എന്റെ കഴുത്തേക്കായി. അതെ, വെളുത്താ എന്ത് ശരണ്യ ഇത് കടലിൽ കിട്ടിയപ്പോഴും വെളുത്താണ് ശരണ്യ. കണ്ടാ ഇത് ഇങ്ങനെ വെളുത്ത് അല്ലേ? ഇനിയും വെളുപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അച്ഛൻ ഇതൊന്ന് ചീവിയെടു. അതാ ഞാൻ ചീവണ. അല്ലെന്ന് ഇതേ പീച്ചിങ്ങ ചീവണ്ടേ? ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു തരാം. ഞാൻ ഒരു സാധനം ഇപ്പൊ തന്നെ കൊടുക്കാൻ. പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വന്ന് ഈ വേസ്റ്റ് പാത്രത്തേക്ക് ഇപ്പൊ തന്നെ വെച്ച് സവോള പൊളിച്ചോണ്ട് വന്ന പാത്രത്തിൽ കണ്ടോണം കണ്ടോണേ കണ്ടോണേ. ആഹാ കണ്ട എല്ലാം അല്ല ഇത് കഴുകണ്ടേ? കഴുകിയിട്ടാണ് ചീവിട്ടാണോ കഴുകണം? അതേപടി ജീവിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവം, ശരണ്യ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യുക. ഇത് അതേപടി മിക്കവാറും പൊള്ളിക്കുക. ദൈവമേ ദേ കാണിക്കണ കണ്ട? ശരണ്യ അവിടെ മീനും കഴുകി നിന്നു. ഇത് കണ്ട? അവിടെ മൊത്തം താഴെ ആക്കിയിട്ടുണ്ട്. അത് വീച്ചിങ്ങയൊക്കെ ഇങ്ങനെ മൊത്തത്തേടെ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാനിതെല്ലാം കളഞ്ഞ വിനയമായിട്ടാണ് ഇത് കഴിയൊന്നും ആ രീതിയാ തരുള്ളൂ തന്നെ. ഇത് കണ്ടല്ലോ. അല്ല അതെ, അമ്മയാണെങ്കിൽ ഇതേ നോക്കി നിൽക്കുകയാണ് അച്ഛൻ ചെയ്യണത്. കഴിഞ്ഞില്ലേ? ആ അത് ഒരിക്കൽ കുളിപ്പിച്ച് കൊച്ചില്ലാതെ എന്ന് പറഞ്ഞ പോലെ. കണ്ട കൂട്ടുകാരെ, ഇത് അടിപൊളിയായിട്ടൊക്കെ TV റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു. അതൊന്നും അരിയാൻ വേണമല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ചൂടനൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മുടെ ശരണ്യതെ കയ്യൊക്കെ തെറ്റിയിടാൻ തുടങ്ങി. കൂട്ടുകാരെ അങ്ങനെ അതെ ശരണ്യ അച്ഛനെ കൊണ്ട് കട്ട് ചെയ്യിക്കുകയാണ്. ഇങ്ങനെയല്ല കൂട്ടുകാരെ, അച്ഛനോട് ശരണ്യ പറഞ്ഞിട്ട് മനസ്സിലായില്ല അച്ഛൻ എങ്ങനെയാണ് കട്ട് ചെയ്യണം. അപ്പൊ അച്ഛൻ തോറ്റുപോയി അല്ലേ? ഇതിങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ ഒരു കാര്യം ചോദിക്കട്ടെ, ശരണ്യക ചെറിയ മീൻ ഇച്ചിരി വറുക്കണ്ടേ? മുഖം കണ്ടേ വറുക്കണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇവിടെ വറുത്തിട്ട് വേണ്ട തുള്ളി തരാൻ. അത് വേണ്ട ശരണ്യ, നമുക്ക് ഇച്ചിരി വറുത്തേക്കല്ലേ? പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, നമ്മൾ വറുക്കണം, നമുക്കത് കാണാം. അമ്മ ചിലപ്പോ ഇവിടുന്ന് അനുവാദം തരും. അത് നടക്കുകയില്ല. അപ്പൊ നമുക്കൊരു തുള്ളി എടുത്ത് വറുത്തേക്കാം അല്ലേ? ഷിജു അതിന് സൈഡ് ചെയ്യുന്നുണ്ട്. കണ്ട അച്ഛൻ്റെ നന്നായിട്ട് അരിയണുണ്ട് ശരണ്യ. അല്ല, മീൻ വറക്കണ കാര്യം ശരണ്യ പറഞ്ഞെങ്കിൽ ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ് കേട്ടാ. ശരണ്യക്ക് ഒരു ചെറുതെങ്കിലും വറുത്തെങ്കിലേ ശരണ്യ ചോറ് തിന്നാൻ തൃപ്തിപ്പെടുള്ളൂ. അത് അമ്മയെങ്കിലും വറുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ ഒരു തമാശ പറഞ്ഞെന്ന് ആർക്ക്? അപ്പൊ എനിക്ക് കൊടുക്കണ്ട. അല്ലെങ്കിൽ എനിക്ക് തരാതെ നമുക്ക് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. എനിക്ക് മാത്രമേ ഇച്ചിരി പുറകെ പോവുള്ളൂ കഴിക്കാൻ. ഞാനേ വറുത്തത് കഴിക്കാതെ ഒരു പാത്രം അങ്ങനെ അരിഞ്ഞല്ലേ? അമ്മ അരി തീർക്കട്ടാ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ അതെ നന്നായിട്ടൊക്കെ അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് പാത്രത്തിലാട്ടൊക്കെ ആക്കിയാ കറിവിച്ച് തന്നെ നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും. അതെ. മീനാ വറുക്കാനായിട്ടൊക്കെ പെരുട്ടി വെച്ചിട്ടുണ്ട്. വറുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ ശരണ്യയുടെ മുഖത്താ തെളിച്ചം കണ്ട.
അല്ലെങ്കിൽ ശരണ തരാതെ കഴിക്കുക അതില്ല. ആ കണ്ട അപ്പൊ ഞാനിത് എടുപ്പ് വെക്കട്ടെ. അതെടുത്ത് വെച്ചു. അപ്പൊ ഇത് ഞാനിത് എണ്ണ വെച്ചൊന്ന് വറക്കട്ടെ. അങ്ങനെ ശരണ്യതേ മീൻ കറിയാണ് ആദ്യം വെക്കാൻ പോണത് അല്ലേ ശരണ്യ? ഈ മീൻ അരപ്പ് പറ്റി കഴിഞ്ഞാൽ മീൻ കഷ്ണം ഇടാൻ പറ്റില്ല. മീൻ പൊടി മീൻ ആയതുകൊണ്ട് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ആണല്ലേ. കൂട്ടുകാരെ അങ്ങനെ ദേ നമ്മുടെ ശരണ്യതേ പീച്ചിങ്ങായൊക്കെ പൊള്ളിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ. എന്നാക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ. തേങ്ങയുണ്ട്, ആ മുളക് പൊടിയുണ്ട്, ആ. പച്ചമുളകുണ്ട്, സവോളയുണ്ട്. അത്ര ആയിട്ടാണ് ഈ വെച്ചിരിക്കണത്. ആണ്. ഇനി ഇതൊന്ന് പൊള്ളിക്കാനായിട്ട് പൊള്ളിക്കാൻ വേണ്ടി ഉപ്പ് ഇട്ട് അടുപ്പിലോട്ട് വെക്കണം. അറിയാണെങ്കിൽ അടപ്പേ വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ അങ്ങനെ ദേ നമ്മുടെ ശരണ്യതേ പീച്ചിങ്ങ പൊള്ളിക്കാനായിട്ട് വെച്ച് അങ്ങനെ പറ്റാൻ പോണല്ലേ. പറ്റാൻ പോകുന്നത് പറ്റിന്റെ കഷ്ണം അരപ്പെല്ലാം ഈ കഷ്ണത്തെ പിടിക്കണം. ആ നന്നായിട്ട് ഇത് പറ്റണം ഇരുന്നല്ലേ. അപ്പൊ നമുക്ക് ഇനി മീൻ അടുപ്പിലോട്ട് ഇടാം. അടപ്പേലിടണോ ഒന്ന്? ആ നമ്മള് മീൻ ആ അരപ്പേ വെച്ചിട്ടുള്ളൂ. വെച്ചിട്ടില്ല. അപ്പൊ മീൻ ഇടണ്ടായോ? ആ അതെ അതെ അതെ. അപ്പൊ മീൻ ഇടാണ്. കണ്ട അതെ അതും ദേ പറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു. ഇനി ഇതിൽ വേണം മീൻ ഇടാനല്ലേ. അങ്ങനെ രണ്ടടപ്പയിലായിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ ശരണ്യ ദേ മീനൊക്കെ എടുത്തോണ്ട് പോണ കണ്ട. അങ്ങനെ ഇനി ഇത് വാരി അതിലായിട്ട് ഇടണം. വെള്ളം ഇല്ലാതെ വഴിയണം. ആ കണ്ട അങ്ങനെ മീനൊക്കെ വാരി ഇട്ടിട്ടൊക്കെ കാണിക്കാല്ലേ ശരണ്യ. എന്തോ എവിടം വരെ നമ്മുടെ പാചകം? അപ്പൊ നമ്മള് മീനും കൂടി വറുക്കുമ്പോൾ കുറച്ച് പാത്രം കൂടെ കഴിയാൻ നമ്മുടെ പരിപാടി തീർന്നു. മീൻ കൂടി വറുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്? ആഹാ. അപ്പൊ അങ്ങനെ മീൻ കൂടി വറുത്താൽ മതി. മീനും കൂടെ വറുത്താൽ മതി. മീൻ കട്ട പിടിക്കാം. കട്ട് ചെയ്യാം. കട്ടയായി ശരണ്യ എന്തോ അപ്പൊ നമ്മുടെ ഈ മീൻ വറുത്തതൊക്കെ ഇപ്പൊ കാണിച്ചു കൂട്ടുകാരാ. നമ്മുടെ ഈ പീച്ചിങ്ങ പൊള്ളിച്ചത് കാണിച്ചില്ലല്ലോ. കണ്ടാ കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് പീച്ചിങ്ങ പൊള്ളിച്ച് വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ നമ്മളെ മീന് പറ്റിക്കൊണ്ടിരിക്കുന്ന നല്ല തെളിഞ്ഞു കണ്ട. നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നു. അപ്പൊ ഇനി ഇത് കൂടി ഒന്ന് റെഡിയായ നമ്മുടെ വീഡിയോ ഇന്നത്തെ തീർന്നു. വീഡിയോയും തീർന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനും ആയി. അങ്ങനെയാണോ? എന്നാ ശരി ഞങ്ങൾ ആ നേരത്ത് അവിടെ പോയി പാക്ക് ചെയ്യട്ടെ. ശരണ്യ എവിടം വരെ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നാ? എന്തേ? ആഹാ നല്ല അടിപൊളിയായിട്ട് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ ലാസ്റ്റ് ഇത്രയും കൂടി ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടവരെ ബൈ.